വിമാന ദുരന്തത്തിൽ മലയാളിയായ നഴ്സ് രഞ്ജിത ജി നായർ മരിച്ചതിന്റെ ഞെട്ടലിലാണ് പത്തനംതിട്ട പുല്ലാട് നിവാസികൾ. രഞ്ജിതയുടെ ബന്ധുക്കൾ DNA പരിശോധനയ്ക്കായി ഇന്ന് അഹമ്മദാബാദിലേക്ക് തിരിക്കും. എയർ ഇന്ത്യയുമായും ഗുജറാത്ത് സർക്കാരുമായും സംസ്ഥാന സർക്കാർ ആശയവിനിമയം നടത്തുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ജില്ലാ കളക്ടർ അവിടെ നിയമിതനായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. DNA സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റും അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളിൽ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി. സുജിത്ത്, ഇന്ന് ആരോഗ്യമന്ത്രി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു, അവരെ ആശ്വസിപ്പിച്ചു. സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന ഉറപ്പ് നൽകുകയായിരുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാകുമെന്നതാണ് മന്ത്രി പറഞ്ഞത്. അതിൽ സർക്കാരിന്റെ പിന്തുണ എപ്രകാരമായിരിക്കുമെന്ന്? തീർച്ചയായും അനുജ, ഇപ്പോൾ അല്പസമയം മുമ്പാണ് മന്ത്രി വീണ ജോർജ് രഞ്ജിതയുടെ വീട്ടിൽ നിന്നും മടങ്ങിയത്. ഏതാണ്ട് 3/4 മണിക്കൂറോളം വീട്ടിൽ ചെലവഴിച്ചു. വീട്ടുകാരോടൊപ്പം സംസാരിക്കുകയും അമ്മയോടും അതുപോലെ തന്നെ രണ്ട് കുട്ടികളെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം 3/4 മണിക്കൂറോളം ഈ വീട്ടിൽ ചെലവഴിച്ച ശേഷം മന്ത്രി മടങ്ങുകയായിരുന്നു. മന്ത്രിക്ക് പിന്നാലെ മറ്റു നേതാക്കന്മാർ ആന്റോ ആന്റണി MP, KU ജനീഷ് കുമാർ MLA തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തി. കാത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ളവരും ഇവിടെ വീട്ടിലേക്ക് എത്തി. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി പ്രതിപക്ഷ നേതാവും എത്തിയേക്കുമെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ സർക്കാരിന്റെ നിയമപരമായി വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചെയ്യും എന്നുള്ള കാര്യമാണ് മന്ത്രി വീട്ടുകാർക്ക് ഉറപ്പു നൽകിയത്. മറ്റൊന്ന്, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അത് മന്ത്രിയുടെ പോലും കണ്ണ് നനയിക്കുന്നതായിരുന്നു. അതായത് അമ്മ എപ്പോൾ വരുമെന്ന് കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് മന്ത്രിക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല, ഇവിടെ ഒരു ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ്. ആ പ്രതികൂല കാലാവസ്ഥയും നിരവധി കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് മന്ത്രിക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല, ഇവിടെ ഒരു ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ്. ആ പ്രതികൂല കാലാവസ്ഥയിലും നിരവധി ആളുകൾ ഇപ്പോൾ ഈ രഞ്ജിതയുടെ പുല്ലാട്ടുള്ള വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. രഞ്ജിതയുടെ നിരവധി സ്വപ്നങ്ങൾ രഞ്ജിതയ്ക്കുണ്ടായിരുന്നു. മക്കളെ വലിയ നിലയിലേക്ക് എത്തിക്കുക, ഒപ്പം തന്നെ ഒരു വീട്, ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വീട്. ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനാകാതെ ആ വീട്ടിൽ ഒരു ദിവസം പോലും അന്തിയുറങ്ങാൻ കഴിയാതെയാണ് രഞ്ജിതയുടെ ജീവൻ നഷ്ടമായത്. മറ്റൊന്ന്, ഈ വീടിൻ്റെ 2 മുറികളെങ്കിലും പൂർത്തീകരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെയും അമ്മയെയും തൊട്ട് സമീപത്തുള്ള ഒരു തകർന്ന വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്കൊന്ന് മാറ്റി താമസിപ്പിക്കണമെന്നുള്ളായിരുന്നു വലിയൊരു ആഗ്രഹം. അത് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. അത് ഈ നാട്ടുകാർക്കും വലിയ ഒരു വിഷമമാണ്. മറ്റൊന്ന്, ഈ നാട്ടുകാർക്കൊക്കെ തന്നെ ഏറെ പ്രിയങ്കരിയായിരുന്നു രഞ്ജിത എന്നുള്ളതാണ്. രഞ്ജിത ജോലി ചെയ്തിരുന്ന കോഴഞ്ചേരിയിലെ 2 മാസത്തോളം മാത്രമാണ് കോഴഞ്ചേരി ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നുള്ള നിരവധി ആളുകൾ, ഒപ്പമുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നു. ഒപ്പം സലാലയിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ, നാട്ടിലുള്ളവരൊക്കെ ഇവിടേക്ക് എത്തുന്നു. ലണ്ടനിൽ നിന്ന് നിരവധി പേർ ഈ സംഭവം അറിഞ്ഞ അന്വേഷണവുമായി അനുശോചനം അറിയിച്ചുകൊണ്ടും നിരവധി കോളുകൾ എത്തുകയാണ്. അനുജ, അതാണ് സർക്കാർ ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുമായി അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യയുമായും ഒപ്പം തന്നെ മറ്റ് ഗുജറാത്ത് സർക്കാരുമായും ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഇന്ന് തന്നെ രഞ്ജിതയുടെ ബന്ധുക്കൾ DNA പരിശോധനയ്ക്കായി അഹമ്മദാബാദിലേക്ക് പോകുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ അവരുടെ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന ഉറപ്പ് മന്ത്രി നൽകുന്നു.